നമസ്കാരം ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗേൾസ് ഗ്യാങ്ങിനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ്. ഇതില്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. ഇത് ഇട്ടാലേ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐറ്റം കത്തിയിട്ടുണ്ടാവൂലേ, അതാണ് ഗൈസ് ലിപ്സ്റ്റിക് ഇല്ലാതപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് ഇരിക്കുന്നത്. കാരണം അകത്തൊന്നും ലൈറ്റിങ് ശരിയില്ല. ഞാൻ കുറേ എടുത്ത് നോക്കി, കണ്ടോ കോഴി കൂന്ന്. ഇങ്ങനെ ചില അപശബ്ദങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കും, പക്ഷെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 4 ഷെയ്ഡ്സാണ്. എൻ്റെ കയ്യിൽ 10-11 ഷെയ്ഡ്സോളം ഉണ്ട്. പക്ഷെ അതൊക്കെ കൂടെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ. എൻ്റെ ചുണ്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതൊരു പാർട്ടാക്കിയിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇപ്പം തന്നെ കാണിച്ചു തരാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ചുണ്ട് സമ്മതിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, ഈ വരണ്ട കാറ്റടിച്ചിട്ട് ചുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ ലിപ് ബാം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഷെയ്ഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിക്കാതെ വീഡിയോയ്ക്ക് പോവാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലവ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇതാണ് ആ സംഭവം. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് സ്പാനിഷ് കോഫിയാണ്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഐറിഷ് കോഫി ആയിരുന്നു. ഇത് സ്പാനിഷ് കോഫിയാണ്. ഐറിഷ് കോഫി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡാർക്കർ പിങ്ക്, മോവ്, മജന്ത അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡായിരുന്നു. ഇത് ട്രൂ ബ്രൗൺ ആണ്, വേറെ ഒരു അണ്ടർടോണും ഇതിനില്ല. ട്രൂ ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത്. എനിക്ക് തോന്നുന്നു വൈറ്റ് സ്കിൻ ടോൺ ടു മീഡിയം സ്കിൻ ടോൺ, ഫെയർ ടു മീഡിയം വരെ നല്ലോണം പോവും. കുറച്ചും കൂടി ഡാർക്കർ സ്കിൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു വാഷ് ഔട്ട് ചെയ്യുന്നു. കാരണം ഇത് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാട്ടോ. ഫെയർ ടു മീഡിയം എന്തായാലും നല്ലൊരു അടിപൊളി ഷെയ്ഡായിട്ട് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഓഫറിനായിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ഓഫറിന് കിട്ടുമ്പോൾ ഗ്രാബ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ്. ഇത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 22 ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് പിന്നെ എല്ലാവർക്കും ചേരും. മീഡിയം ആയിക്കോട്ടെ, ഫെയർ ആയിക്കോട്ടെ, ഡാർക്ക് ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഷെയ്ഡ് ഓരോ പോലെയാണ്. എനിക്കിതൊരു നല്ലൊരു മോവിഷ് പിങ്ക് ആയിട്ടാണ്. എല്ലാവർക്കും ഇത് ഓരോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെ ഇത് തരും. എല്ലാ സ്കിൻ ടോണിനും ഇത് ചേരും. ഇത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളിയാണ്. ഇതിൻ്റെ ടെക്സ്ചർ ആയാലും ഇതിൻ്റെ പ്രൈസ് ആയാലും എല്ലാതും അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 300ൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ചുണ്ട് ഡ്രൈ ആവുന്ന പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. കാരണം അത് ഡ്രൈ ആവില്ല, അത് ഗ്ലോസി ഫിനിഷാണ്. നമ്മൾ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട്, എന്നെ തന്നെ ഞാൻ പുകഴ്ത്തല്ല, എന്നാലും ഉള്ളതാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും വാങ്ങിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെയും 2-3 അവർ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അടിപൊളി ഷെയ്ഡാണ്. ഗൈസ് മൂന്നാമത്തെ ഷെയ്ഡ് ഇത് പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഷെയ്ഡ് നമ്പർ 8 ആണ്. ഫ്ലേർട്ടി റോസ് ആണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കാൻ കാരണം എൻ്റെ കയ്യിൽ കൂടുതലും ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡ് വേണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിങ്ക്, ഒരു ഡസ്റ്റി പിങ്ക്, എന്നാലും കുറച്ചൊന്ന് എറിച്ച് നിൽക്കുന്ന ഒരു പിങ്കാണ്. അത്ര ഡസ്റ്റി അല്ല, അത്ര എറിച്ചിട്ടും അല്ല നിൽക്കുന്നത്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ മീഡിയം സ്കിന്നിന് വരെ മാച്ച് ഔട്ട് ആയി പോകും. ഇത് ഡാർക്ക് സ്കിന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ എറിച്ച് നിൽക്കും. അതായത് ഒരു ലൈറ്റർ പിങ്കായിട്ട് എറിച്ച് നിൽക്കും. അപ്പോൾ അത്ര ചേരൂല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. ഇതിനും ഇതേപോലെ തന്നെ 400 സംതിങ് എങ്ങാണ്ടോ ഉള്ളൂ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഗൈസ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാക്മേയുടെ ആണ്. ഇത് ലാക്മേയുടെ ഇതാണ് സാധനം. ഇത് ലാക്മേയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർന്ന് ഷെയ്ഡ് നമ്പർ പാർട്ടി 14 ആണ് വരുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് എനിക്കുള്ളതെന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ പിങ്കിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ എനിക്ക് അറിയൂല ഈ പിങ്കിൻ്റെ പേരെന്താണെന്ന്. പക്ഷെ നല്ല അടിപൊളി പിങ്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തേ.
മുന്നേ അറിയില്ലായിരുന്നു ഇത് എങ്ങനെ ഇരിക്കുന്നു. ഞാൻ കുറേ യൂട്യൂബിൽ റിസർച്ച് ചെയ്തിട്ടാണ് അവൾക്ക് ചേരുന്നുള്ളൊരു രീതിക്കാണ് ഞാൻ അത് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അവൾ സ്വാച്ച് ചെയ്ത് അയച്ചപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ എനിക്കും വാങ്ങിയതാണ്. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അറൗണ്ട് ഒരു 250 ഉള്ളിൽ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും. മിന്ത്ര, നൈക്ക, അങ്ങനെ ഫ്ലിപ്കാർട്ട് എല്ലാത്തൊന്നും ഇത് കിട്ടും. ഇത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും മേടിച്ചോളൂ. ഇത് എല്ലാവർക്കും ചേരും. ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. എന്നോട് കുറേ ആൾക്കാർ ഇത് ഇട്ട് പോയിട്ട് ഷെയ്ഡ് നെയിം ചോദിച്ചിട്ടുണ്ട്. ഗായ്സ്, ഇന്നത്തെ ഈ ലിപ്സ്റ്റിക് സ്വാച്ചസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോ എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടമായതെന്നുള്ളത് അടിയിൽ കമൻറ്റ് ചെയ്ത് പറയാം. ബൈ.